ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെ ദൃശ്യം 3 ഇറങ്ങിയിരിക്കണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഒന്നും ഞാൻ പറയണില്ല, എന്നും പറയണ മാതിരി തന്നെ ഞാൻ കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്ത സംഗതിയാണ് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ഷോക്കൊന്നും പോയില്ല. ഫസ്റ്റ് ഡേ ലാസ്റ്റ് ഷോക്കാണ് പോയത്. 11:15, ഇന്നലെ രാത്രി 11:15 ഞാൻ പോയി. 2:15, 2:20 വരെ മൂവി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. എനിവേ, പടം ഓവറോൾ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് ജീത്തു ജോസഫ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കണ്ടും കുറേ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മൂപ്പര് പറഞ്ഞത് ശരിയാണ്, കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യില്ലേ. ഓക്കെ, അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. കൂടുതലൊന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, അതങ്ങനെ ആയിരിക്കുമോ, ഇതിങ്ങനെ ആയിരിക്കുമോ, യെസ് ഇന്നെന്താ അങ്ങനെ തന്നെ, അങ്ങനെ ഒന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത് പ്ലീസ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ നെഗടിക്കും. അതായത് ഇതാപ്പോൾ അതാണോ അങ്ങനെയാണ് വെക്കും. ഒന്നും ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ, ഞാൻ ഒരു സ്പോയിലറും കേട്ടിട്ടില്ല, ഒരു എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെയാണ് ഞാൻ പോയത്. സോ ഇറ്റ്സ് എ ഗുഡ് മൂവി. ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് എന്നൊന്നും പറയാനില്ല, കുറേ അടിപൊളിയൊന്നും പറയാനില്ല. ഒറ്റൊരു ചോദ്യം എൻ്റെ ഇതാണ്, ജിത്തു ജോസഫ് വളരെ ഭംഗിയായിട്ട് ഇത് എൻഡ് ചെയ്തു. പക്ഷേ എന്താ ഇപ്പോൾ മൂപ്പര് കണ്ടക്കണമെന്ന് മനസ്സിലാവണില്ല. ദൃശ്യം 4, ദൃശ്യം 5, ദൃശ്യം 6 ഇതിങ്ങനെ ഒരു സീരീസ് പോലെ ആക്കാനാണ് ഉദ്ദേശിക്കണതെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ട് വിധത്തിലാണ് സാധനം നിൽക്കുന്നത്. അതായത് ഒരു ത്രെഡിലാണ് സാധനം നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോവാം, അല്ലെങ്കിൽ ഇവിടെ നിർത്തും ചെയ്യാം. അങ്ങനെയാണ് പടത്തിൻ്റെ എൻഡിങ് വരുന്നത്. അപ്പോൾ ഇനി ഇത് വലിച്ചു നീട്ടിക്കൊണ്ടേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോറാവും എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഇല്ലേ. പുതിയ പുതിയ ക്യാരക്ടേഴ്സൊന്നും വരുന്നില്ല. അതേപോലെ തന്നെ പുതിയ സംഭവങ്ങളൊന്നും ഇപ്പോൾ സംഭവിക്കാൻ പ്രത്യേകിച്ചൊന്നും ഈ ഒരു ദൃശ്യം 3 പുതിയ സംഭവങ്ങളൊന്നും പ്രത്യേകിച്ച് സംഭവിച്ചിട്ട് തന്നെ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥമില്ലാത്ത മാതിരിയാവും. ഇതിപ്പോൾ കറക്റ്റ് ദൃശ്യം 3 പറഞ്ഞാൽ ഒരു ബോർഡറിലാണ് കിടക്കുന്നത്. ഇത് ഇനിയും പ്രത്യേകിച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഇല്ലാതെ ഇനി വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എറ ദൃശ്യം 2, ദൃശ്യം 3 ആ ഒരു മൊത്തത്തിലുള്ളതിനെ ബാധിക്കും. നമ്മൾ ചില പടങ്ങൾ ഫസ്റ്റ് ഇറക്കിയിട്ട് സെക്കൻഡ് ഇറക്കുമ്പോൾ ഫ്ലോപ്പ് ആവുക എന്ന് പറയുന്ന പോലെ ഇത് ഇനി അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാലും തുമ്പും ഇല്ലാത്ത അതേപോലെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ യെസ് ഇതിങ്ങനെയാണ് സംഭവിച്ചത്, അങ്ങനത്തെ സാധനങ്ങൾ ഇറക്കണം. അങ്ങനത്തെ സാധനങ്ങൾ ഇതിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലാഗ് ഉണ്ട്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലാഗ് ഫീൽ ചെയ്തു. അതായത് ഒരു 10 ഒരു 4 പകുതി ലാഗൊന്നുമില്ല, ഒരു 4%, പകുതിയിൽ നേരെ കുറവ്, ഒരു 4% ലാഗ് എനിക്ക് ഫീൽ ചെയ്ത്. ഇങ്ങനെ റബ്ബർ ബാൻഡ് നീട്ടണ മാതിരി നീട്ടേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണത്. നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കാരണം വളരെ സിമ്പിളായിട്ട് തീർക്കേണ്ട സാധനം കുറച്ചുകൂടെ ഒന്ന് വലിച്ചു നീട്ടി എന്നുള്ള വലിച്ചു നീട്ടുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കുറച്ച് നമുക്കൊരു യെസ് അങ്ങനെയൊക്കെ തോന്നുന്ന സാധനങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ വെറുതെ ഇങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങനെ നീട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ മാത്രം അങ്ങനെ ആളുകളൊന്നും ഇല്ല. അതായത് ഇല്ല മീൻസ് പുതിയതായിട്ട് അങ്ങനെ കുറേ ആളുകളൊന്നും ഇല്ല. പഴയുള്ള ആൾക്കാർ തന്നെ സെറ്റപ്പിൽ ചെയ്തേക്കണം. പിന്നെ മൊത്തത്തിൽ ഏകദേശം അടിപൊളി അയക്കണ്. കാരണം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അവരെ എടുത്തു വെച്ച് കുറേയൊക്കെ സ്ഥലത്ത് നമുക്ക് റിപ്പീറ്റേഷൻ പോലെ തോന്നിയേക്കാം. കാരണം സ്വാഭാവികമായിട്ടും തോന്നും. പഴയ വീട്, പഴയ ജോർജ് കുട്ടി സെറ്റപ്പ്, പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈല് കാര്യങ്ങൾ, അവർ തമ്മിൽ സംഭാഷണമൊക്കെ നമുക്ക് പഴയ സാധാരണ നമ്മളൊരു ഫാമിലി പോലെ നമുക്ക് തോന്നിയേക്കാം, സ്വാഭാവികം. അപ്പോൾ നമുക്ക് റിപ്പീറ്റേഷൻ നമുക്ക് അതിൽ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഗതി നടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇതൊക്കെയാണ് മൊത്തത്തിൽ ഉള്ളൊരു ഔട്ട്ലുക്ക് സാധനം എനിക്ക് ദൃശ്യത്തിൽ ഫീൽ ചെയ്തത്. നിങ്ങളെന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. OTTക്കൊന്നും നിങ്ങൾ കാത്തിക്കരുത്, തിയേറ്ററിൽ തന്നെ എന്തായാലും നിങ്ങൾ പോയി കാണണം. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി OTT ഒക്കെ ആയിട്ട് വെറുതെ സ്പോയിലല്ല, OTT ആയിട്ട് വെറുതെ ആ ഒരു ത്രില്ല് കളയേണ്ടത്. ത്രില്ലായിട്ടൊന്നും ഇല്ല, എന്നാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് എൻ്റെ പ്രത്യേകിച്ചുള്ള അഭിപ്രായം. സോ ഇതാണ് ദൃശ്യം 3 എൻ്റെ അഭിപ്രായം. റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല. സോ ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ഒരു അടുത്ത മൂവി റിവ്യൂ അഭിപ്രായത്തിൽ വീണ്ടും കാണാം. സോ താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ബൈ.